ഹലോ ഗേൾസ്, CR7 അല്ലേ? പോട്ടെ. എടാ നോക്കുക, എന്താണ് വെൽക്കം ബാക്ക് ടു ജൂപ്പോൾ. അതൊക്കെ അങ്ങനെ പറയുന്ന കാര്യമാണ്. എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനെ വിടുക. എടാ നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ. ഏതാ ചാപ്റ്റർ? സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. വളരെ ചെറിയ സാധനം, പക്ഷേ എന്ത് വേണം, നമുക്കിത് അറിയണം കേട്ടോ. കാരണം എന്താ പറയുക, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സാമിന് ചോദിക്കൂടാ. എടാ ഇതൊക്കെയാണ് ചോദിക്കാനുള്ള കാര്യങ്ങൾ. ഭയങ്കര ടഫായ കാര്യമല്ല, വളരെ സിമ്പിളായ കാര്യമല്ല, അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് കുറേ വരിക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇതൊക്കെ പക്ക പെർഫെക്റ്റ് ആക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സാമിന് തൊട്ട് മുമ്പ് പെർഫെക്റ്റ് ആക്കാം. സോ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് ചാപ്റ്ററിനാണ്. ശ്രദ്ധിക്കുക, എന്താ ക്വസ്റ്റ്യൻ ആണ്? ദ നമ്പർ ഓഫ് മോൾസ് അല്ലേ? എന്താണ് സ്ഥിരം കേട്ട് താഴ്മിച്ചത്, ഒരു കൊല്ലായി കേൾക്കാൻ തുടങ്ങിയിട്ടില്ലേ? എന്താണ് മോളുകളുടെ എണ്ണം. സിംപ്ലി പറഞ്ഞാൽ എത്ര മോൾ ഉണ്ട് എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തെങ്കിലും സാധനം പറയണ്ടേ? അപ്പോൾ എന്താണ് സാധനം? 400 ഗ്രാം. ആര്? ഞാനാണോ? മുർഷിദ് സാറാണോ? അല്ല, ആരാണ്? CaCO3 ആണ് അല്ലേ? അപ്പോൾ CaCO3 എന്ന് പറഞ്ഞ ഒരു സാധനം 400 ഗ്രാം തന്നിട്ട് പറയാണ്, എടാ ഇതിൽ എത്ര മോൾ CaCO3 ഉണ്ട്? കിട്ടിയോ? ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? സോ 400 ഗ്രാം ആരുമല്ല, ആരാണ്? CaCO3 ആണ്. മക്കൾ മനസ്സിലാക്കണം. അല്ലാതെ കാർബൺ മാത്രമല്ല, ഓക്സിജൻ മാത്രമല്ല, സൾഫർ അല്ല, കാൽസ്യം അല്ല, ആരല്ല, ആരാണ്? CaCO3 ആണ്. പക്ക പെർഫെക്റ്റ് ആയില്ലേ? സോ നമ്മൾ എങ്ങനെ കാണും? ഗിവൺ മാസ് അല്ലേ? ഗിവൺ മാസ്. അതിന് മുമ്പ് നമുക്ക് എന്ത് കാണണം? നമ്പർ ഓഫ് മോൾസ് കാണണം അല്ലേ? നമ്പർ ഓഫ് മോൾസ് കാണണം, അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം കാണണം. അതിനു വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട് അല്ലേ? സോ ഗിവൺ മാസ് അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയും? തന്നിരിക്കുന്ന മാസ് അല്ലേ? തന്നിരിക്കുന്ന മാസ്. ഇത് ഞാൻ എത്ര വട്ടം എഴുതിയതാ എനിക്ക് തന്നെ അറിയില്ല. ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ജി. കുടുങ്ങി. AM ആണോ MM ആണോ? GMM ആണോ GAM ആണോ? സാർ ഇതൊരു ആറ്റമല്ല, ഒരു സംയുക്തമാണ്. സോ അല്ലേ, ഒരു മോളിക്യൂളാണ്. അതുകൊണ്ട് GAM എടുക്കരുത്. ആരെടുക്കണം? സാർ GMM എടുക്കണം. സോ കൺഫ്യൂഷൻ വേണ്ട, GMM എടുക്കുക. അയ്യോ, ഇതിൻ്റെ GMM എങ്ങനെ കിട്ടും? എടാ സൂചന, ഹിന്റ് കണ്ടോ മക്കളെ? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹിന്റ് എക്സ്പെക്ട് ചെയ്യാതെ പോവുക. ചിലപ്പോൾ കിട്ടി, ചിലപ്പോൾ എക്സാം പേപ്പറിൽ തരും, അധികം തരാറുണ്ട്, മാക്സിമം തരാറുണ്ട്, എങ്കിലും മെജോറിറ്റി കേസിലും തരാറുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു പോവുക, ആ വാല്യൂസ് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ GMM കാണണം, എന്നിട്ട് വേണം GMM ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ GMM, ആരുടെ GMM? മുർഷിദ് സാറിൻ്റെ GMM അല്ല, കാർബണിൻ്റെ GMM. കാർബൺ GMM ഉണ്ടോ സാർ? അല്ല, കാർബൺ GAM അല്ലേ? എന്നാ പോട്ടെ, GMM of H2O ആണോ? അല്ല. GMM of NH3 ആണോ? അല്ല. GMM of HCl ആണോ? അതുമല്ല. GMM of SO2 അതാണോ? അതല്ല. നമ്മളിവിടെ ആരെക്കുറിച്ചാണ് പറയണത്? CaCO3 കുറിച്ചാണ്. കാൽസ്യം കാർബണേറ്റിൻ്റെ CaCO3യുടെ GMM ആണ്. സാർ അതെങ്ങനെ കാണും? കാൽസ്യത്തിൻ്റെ മാസ് എത്രയാടാ? ക്വസ്റ്റ്യനിലുണ്ട്. എത്ര മാസ്? 40 ഗ്രാം ആണ്. ഓക്കെ അല്ലേ? സോ 40 പ്ലസ് കാൽസ്യം മാത്രമേ ഉള്ളൂ? അല്ല, കാർബൺ ഇല്ലേ? യെസ്, കാർബൺ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട്? ഒരൊറ്റ കാർബൺ. സോ ഒരൊറ്റ കാർബണിൻ്റെ മാസായ 12 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 40 പ്ലസ് 12 പ്ലസ് കഴിഞ്ഞോ? ഇല്ല, 3 എത്ര? 3 ഓക്സിജൻസ് ആർ ദർ. സോ എന്ത് പറയണം? 3 ഓക്സിജൻ. ഒരു ഓക്സിജൻ 16 ആണെങ്കിൽ സാർ 3 ഓക്സിജൻ എത്ര വരും? 16 ഗുണിക്കണം 3, 16 ഇൻറ്റു 3. ഓക്കെ, 16 ഇൻറ്റു 3 പറഞ്ഞ മക്കളെ നമുക്കറിയാം 8നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അല്ലേ? 16നെ 3 കൊണ്ട് ഗുണിച്ചാലും 8നെ 6 കൊണ്ട് ഗുണിച്ചാലും സെയിം അല്ലേ? അപ്പോൾ 6 48. സോ എന്ത് വരും? ഇവിടെ 48 വരിക ടോട്ടലി. അപ്പോൾ എന്ത് വരിക മക്കളെ? നമുക്ക് എഴുതാം 40 പ്ലസ് 12 പ്ലസ് 48 അല്ലേ? ഒന്ന് സംഖ്യടാ. എങ്ങനെ സംഖ്യ? 48ൻ്റെ കൂടെ 2 കൂട്ടിയാൽ മക്കളെ 12 കൂട്ടണ്ട, 2 കൂട്ടുക. അപ്പോൾ എന്ത് വരും? 50 കിട്ടൂലേ? കിട്ടൂലേ? എന്താടാ സിമ്പിളല്ലേ? 48ൻ്റെ കൂടെ ഈ 2 മാത്രം കൂട്ടിയാൽ 50 കിട്ടി. ഇനി ഇവിടെ ബാക്കി ഒരു 10 ഇല്ലേ? ഉണ്ട്. ആ 10 40 ഇല്ലേ? ഉണ്ട്. സോ 2 കൂടെ സം ചെയ്താൽ 50 പ്ലസ് 50 ഞങ്ങളവിടെ 100. നിങ്ങളവിടെ തന്നെ 100 യെസ്. അപ്പോൾ ഇങ്ങനെ മക്കൾ അങ്ങനെയൊക്കെ കൂട്ടി പഠിക്കാം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? സമയം ലാഭിക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുമില്ല, അവിടെ നിരത്തി എഴുതി കൂട്ടുക. 40 പ്ലസ് 12 പ്ലസ് 48 ടൺ 8 2 10 0 ബാക്കി 1 4 1 5 1 6 6 4 10 100. എടാ അതന്നെയല്ലേ ഇത്? പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മൈൻഡ് ഗെയിം ഉപയോഗിക്കുക. ഓക്കെ, 100 ഗ്രാം അതാണ് എന്ത്? GMM. സോ തന്നിരിക്കുന്ന മാസ് എത്രയാണ് മക്കളെ? 400 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 4
സിമ്പിൾ അല്ലടാ. 4 മോളിന്ന് കിട്ടി. കഴിഞ്ഞോ? ഉത്തരം കിട്ടി. മോളിനെ കിട്ടിയോ? മോൾ അല്ലേ? മോളുകളുടെ എണ്ണം വെറുതെ മോളിന് ഇതേപോലെ മോളുകളുടെ എണ്ണം. സോ 4 മോൾ എന്ന ആൻസർ കിട്ടിയവർ എന്ത് ചെയ്യുക? പക്ക പെർഫെക്റ്റ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ മക്കൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും എക്സ്പെക്ട് ചെയ്ത് പോവുക. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്.